അഭിനയത്തിന് തൽക്കാലം വിട. ഡയറക്ടർ കുപ്പായം എടുത്തണിയാൻ ധ്യാൻ ശ്രീനിവാസൻ. ഞങ്ങളെല്ലാരും ഉണ്ട് അതിനകത്ത്. പിന്നെ ഈ സൂപ്പർ സ്റ്റാർ എന്നെ വീണ്ടും നിരന്തരമായി പുള്ളി എന്നെ ഇങ്ങോട്ട് വിളിച്ചു. പിന്നെ എനിക്ക് പുള്ളിനെ വിളി കേട്ടിട്ട് എനിക്കൊരു ശല്യമായി തുടങ്ങി. സൂപ്പർ സ്റ്റാറിന് പടമില്ല, ധ്യാൻ ചേട്ടന് പടമുണ്ട്. ദൈവം, ഞാൻ സൂപ്പർ സ്റ്റാർ ആവുന്നില്ല. ഇതുവരെ വന്ന് ധ്യാൻ ചേട്ടൻ്റെ ഒരു നല്ല പടം പുതിയൊരു ധ്യാൻ ചേട്ടൻ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. എന്നെ കുറ്റം പറയുന്നത് ഈ ഷൂട്ട് തുടങ്ങിയ അന്ന് മുതൽ ഈ നിമിഷം വരെ ഇവർ രണ്ടുപേരും കുത്തിക്കടിയാ. അങ്ങനെ എനിക്ക് ആദ്യം തോന്നിയ എററെന്നറിയാമോ, ഉമ്മാര് അഭിനയിച്ച ഫസ്റ്റ് ദിവസം. അല്ല, ധ്യാൻ ചേട്ടനെ കണ്ട് കുറെ പഠിക്കാൻ പറ്റും. പഠിച്ച 3 കാര്യം. പഠിച്ച 3 കാര്യങ്ങൾ ഞാൻ നല്ലതെന്ന് പറഞ്ഞ് ധ്യാനിന്റെ മുഖത്ത് നോക്കിയപ്പോ എനിക്ക് നല്ലതും ഞാൻ പറഞ്ഞ് തെറ്റാണെന്ന് സംശയം. ലൈറ്റ്സ് ക്യാമറ ടോക്കിൽ ഇന്ന് ടീം ഡിറ്റക്റ്റീവ് ഉജ്ജ്വലനാണ്. പേര് പറയാത്ത എന്താണെന്നറിയോ, കുറെ ആൾക്കാരുണ്ട്. അവർ ഓരോരുത്തരായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വരുമ്പോൾ ഞാൻ കുളവാക്കും. അതുകൊണ്ടാണ്. അപ്പോൾ വെൽക്കം ടു ലൈറ്റ്സ് ക്യാമറ ടോക്ക്. ടീം ഉജ്ജ്വലൻ, സ്വാഗതം. താങ്ക് യു. അപ്പോൾ ഓരോരുത്തരുടെ പേര് ഞാൻ പറയട്ടെ, ഓർത്തെടുത്ത്. നിഹാല്, അമീൻ, ധ്യാൻ, നസീർക്ക, നിബ്രാസ്, ഷഹബാസ്. കറക്റ്റ് അല്ലേ? യെസ്, ഐ ഡിഡ് ഇറ്റ്. നന്നായി ഇത് പറഞ്ഞത്. ഞാൻ ഇവരുടെ പേര് ഞാൻ തപ്പുമായിരുന്നു. ഈ പടം ചെയ്തായിട്ട് ഓർമ്മയുണ്ടോ? ഇവന്റെ പേര് എനിക്ക് അറിയില്ല. എന്റെ മനസ്സിൽ ഇത്ര ഫാൻ ബേസ് ഉള്ള, ഇത്ര ഫേമസ് ആയിട്ടുള്ള അവരെ അറിയില്ലേ? ഓൾഡ് ജനറേഷൻ തന്ത വൈബ്, അതാണ് ഉദ്ദേശം. ഇവക്ക് നല്ല പ്രായമുണ്ട്, നല്ല പ്രായമുണ്ട്. മോളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു, അന്വേഷണം പറഞ്ഞു. അത് ഞാൻ ഇവിടെ പറയാൻ പറഞ്ഞു. അത് ഞാൻ ഷൂട്ടിന് മുമ്പ് പറഞ്ഞ കാര്യല്ലേ, അതൊക്കെ ഇവിടെ പറയേണ്ട കാര്യം. ഞങ്ങളല്ല. നീ ഔട്ട് ഇന്റർവ്യൂ. നിന്നോടൊരു ചോദ്യം പോലും ഇല്ല. ഓക്കെ, അപ്പൊ ആദ്യത്തെ ചോദ്യം ധ്യാനോടല്ല, ബാക്കിയുള്ളവരോടാണ്. ഇൻട്രൊഡ്യൂസിങ് ധ്യാൻ 2.0 എന്നാണ് ഇതിന്റെ ടീസറിലൊക്കെ എഴുതി കാണിച്ചത്. എന്തുകൊട്ട് പുതിയൊരു ധ്യാൻ നമുക്ക് പുതിയൊരു ധ്യാൻ ചേട്ടൻ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. എന്നെ കുറ്റം പറയുന്നത് പുള്ളി ഇതിനകത്ത് പണിയെടുത്തിട്ടുണ്ട്. നമുക്ക് സെറ്റിൽ നമുക്കൊരു ആക്ടർ കം ഡയറക്ടറിനെ കാണാൻ പറ്റി. സീരിയസ് ആയിട്ട് കൈയടത്തിന്ന് പുള്ളി മാക്സിമം നന്നാക്കാനായിട്ടുള്ള നല്ല എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ഇതിലാണ് കൈ കടത്താത്തത്. പറ സീരിയസ് ആയിട്ട് ഉത്തരം പറ. ധ്യാൻ 2.0 എന്ന് കാണുമ്പോ ഒരു പ്രതീക്ഷ, എന്തുകൊണ്ട്? ധ്യാൻ്റെ കൂടെ ഞാൻ ആദ്യമായിട്ടല്ല അഭിനയിക്കുന്നത്. അല്ല, ഞങ്ങൾ ഒരുമിച്ചാണ് ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. എനിക്ക് പ്രതീക്ഷയുള്ള പടമാണത്. അതെ, ഇക്ക പറഞ്ഞതെല്ലാം ശരിയാണ്. അത് തലയാണ്ടാണോ അപ്പുറത്ത് വരുന്നത്? പറ നിബ്രാസേ, എങ്ങനെയുണ്ടായിരുന്നു? ഇല്ല, നല്ല രീതിയിൽ ചെയ്തു. ധ്യാൻ്റെ കൂടെ അഭിനയിക്കുന്നവർക്ക് എല്ലാവർക്കും കഥകൾ ധാരാളം പറയണ്ടോ? ഞാൻ നല്ല രീതിയിൽ ചെയ്തു. ഞാൻ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇല്ല, ഇപ്പം എന്തായാലും ഒരു ടേക്ക് എടുക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും എറർ വന്ന, അല്ലെങ്കിൽ എന്തെങ്കിലും അഭിനയത്തിൽ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പോഴേ പോയി. അങ്ങനെ എനിക്ക് ആദ്യം തോന്നിയ എററെന്നറിയാമോ, ഉമ്മാര് അഭിനയിച്ച ഫസ്റ്റ് ദിവസം. അത് ഞാൻ റീഷൂട്ടിങ് പുള്ളിയുടെ അല്ല, അവൻ നമ്മളെ തന്നെ ബൂസ്റ്റ് ചെയ്ത നിന്റെ ടീമായിട്ട് നിൽക്കുള്ളൂ. ഞങ്ങളെ പൊക്കി പറഞ്ഞാണ്. അല്ലല്ല, എനിക്ക് അവൻ പറഞ്ഞെന്തായിരുന്നറിയോ, എന്തേലും ഡൗട്ടൊക്കെ പറഞ്ഞത് എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ഞാൻ പറയുന്ന. അങ്ങനെ എനിക്ക് ആദ്യമായി തോന്നിയ ചെയ്യാൻ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് പറഞ്ഞു. അല്ല, പക്ഷെ ഞാൻ എനിക്ക് 2-3 ദിവസം അഭിനയിച്ചപ്പോ എനിക്കൊന്നും എററായിട്ട് എന്റെ ഭാഗത്ത് തോന്നിയില്ല. എനിക്ക് അങ്ങനെ തോന്നിയ ഒരു എറർ ഇല്ല പടത്തിൽ. സത്യം പറയാൻ പടത്തിലില്ല. കുറച്ച് ഈ ഷൂട്ട് തുടങ്ങിയ അന്ന് മുതൽ ഈ നിമിഷം വരെ ഇവർ രണ്ടുപേരും കുത്തിക്കടിയാ. ഇവര് ഭയങ്കര ആത്മാർത്ഥതയായിട്ട് ഭയങ്കര അല്ല, നല്ലൊരു പരിപാടിയായിരുന്നു. അവനോട് ചോദിക്കും, അവന് കൂടുതൽ പറയാനുണ്ട്. നല്ല അഭിപ്രായം. ഇതന്നെയല്ലടാ നീ മറ്റൊന്ന് പോയി പറഞ്ഞു. പിന്നെ എന്തോ പറ, ഇന്ന് മൊത്തം തന്നെ ധ്യാൻ ചേട്ടൻ അടിപൊളിയായിരുന്നു.
എന്താ കൊടുത്താലും അവൻ എന്ത് പറഞ്ഞാലും ആരെ പറ്റി എന്ത് പറഞ്ഞാലും ഒറ്റ വാക്ക. അല്ല നമ്മള് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ പറയാം. മാറിപ്പോയല്ലോടാ. സത്യം അതെന്താ പെട്ടെന്ന് സീരിയസ് ആവാൻ തീരുമാനിച്ചു വന്നിരുന്നാണോ? ചേച്ചിയെ പറ്റിയും ചോദിച്ചു നോക്ക്, നല്ലതേ പറയാം. ഇല്ല ചേച്ചിയെ പറ്റി എനിക്ക് അറിയണമെന്നൊന്നുമില്ല. നല്ല അഭിപ്രായം. അവന്റെ അടുത്ത് വെക്കില്ല. എന്താണ് നീ ഹാൽ പറ, നിന്നിലാണ് ഇനി എന്റെ പ്രതീക്ഷ. പറ എന്താ ചോദ്യം? ചോദ്യോ? അല്ല ധ്യാൻ ചേട്ടൻ്റെ അല്ലേ 2.0 അല്ലേ? ഇതെന്തിനാ എന്നെ പറ്റി ഇങ്ങനെ എന്നെ എല്ലാവരും അതെന്താ കാര്യം അറിയോ? യൂഷ്വലി വരുന്നത് ധ്യാൻ ശ്രീനിവാസൻ എന്നല്ലേ വരിക. ഇത് ധ്യാൻ ശ്രീനിവാസൻ 2.0 എന്ന് വരണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം വേണ്ട. അത് എഴുതി വെച്ചവന്മാരോട് ചോദിക്കണം. അത് അറിയായിരിക്കുമല്ലോ. ഇവർക്ക് ഒന്നും അല്ല ഇതുവരെ വന്ന് ധ്യാൻ ചേട്ടൻ ഒരു നല്ല പടം അല്ല അതെ സത്യം. ഒരു പുഞ്ചിരിയോടെ തിയേറ്ററിൽ നിന്ന് എല്ലാവരും ധ്യാൻ ചേട്ടന്റെ ഒരു ഇതെന്നുള്ള രീതിയിൽ വരും. അല്ല പുള്ളി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. സത്യം അത് നല്ല അഭിപ്രായം ഉണ്ട്, വിശ്വസിക്കും. ചിരി മാത്രമേ ഉണ്ടാവുള്ളൂ. ദൈവം ഇങ്ങനെ ചോദ്യങ്ങൾ ഒഴിവാക്കണം. എന്നെ പറ്റി ഇനി ഇവരെ പറ്റി എന്നോട് ചോദിക്കും, ഞാൻ പറഞ്ഞു. ഈ നേരത്തെ ഞാൻ പറഞ്ഞു തുടങ്ങിയപ്പോ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളെ പോലെ തന്നെ, അതായത് ഏതൊരു സെലിബ്രിറ്റിയെ പോലെ ഭയങ്കര ഫാൻ ബേസ് ഉള്ള 4 പേരാ. ഞാൻ അവർ വന്നപ്പോ പറയായിരുന്നു ഞാൻ ഇന്ന ആൾക്കാരെ ഇന്റർവ്യൂ എടുക്കാൻ പോകുന്നതെന്ന് പറയുമ്പോ എന്റെ മോൾ എന്റെ അടുത്ത് പറഞ്ഞു വിട്ടത് ഇവരെ 4 പേര് അന്വേഷിച്ചു എന്ന് പറയണമെന്നാണ്. അതല്ല പുള്ളിനെ അറിയാലോ. ഞങ്ങൾ നേരത്തെ ഇന്റർവ്യൂ ഒക്കെ എടുത്തിട്ടുണ്ട്, അപ്പം ഞങ്ങൾക്ക് അറിയാലോ. അതാണ് ഉദ്ദേശിച്ചത്. നിങ്ങൾ അറിയില്ല കുട്ടിക്ക് ഇന്ന് അറിഞ്ഞത്. ഫോണിൽ കണ്ട് അറിയാം. ഫേമസ് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഇവരുടെ കൂടെ അഭിനയിച്ചിട്ട് താങ്കളുടെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? അതിലെ ഞാൻ പറഞ്ഞു എറർ കണ്ടുപിടിച്ചത്. നമ്മള് തുടക്കക്കാരായോണ്ട് എററുകൾ കാണും. തുടക്കക്കാരാ നിങ്ങൾ, വലിയ കണ്ടന്റ് ക്രിയേറ്റേഴ്സ്. നമ്മള് സിനിമ ക്യാമറയിൽ മുമ്പിൽ പക്ഷെ അങ്ങനെ ഒന്നും തോന്നിയില്ല ആദ്യം ദിവസം തൊട്ട്. അഹങ്കാരത്തിനും ഒരു കുറവില്ല. കുറവില്ല. അല്ല ധ്യാൻ ചേട്ടനെ കണ്ട് കുറെ പഠിക്കാൻ പറ്റും. പഠിച്ച 3 കാര്യം. പഠിച്ച 3 കാര്യങ്ങൾ അതെ അതെ അത് ഇവര് പഠിച്ചു. ഇവന്മാരിൽ നിന്ന് ഞാൻ പഠിച്ചു. കുഞ്ചാക്കോ ആൻഡ് ബോബൻ അല്ലേ? അതെന്താ അങ്ങനെ ഒരു പേര്? നിങ്ങൾ 2 പോലീസ് ഓഫീസേഴ്സ് അല്ലേ? സിജു ചേട്ടന്റെ അസിസ്റ്റന്റ് ആയിട്ട്. സിജു ചേട്ടന്റെ അസിസ്റ്റൻസ് ആയിട്ട്. ശംഭു മോഹദേവ്. നിങ്ങളെ നമ്മൾ കുറച്ച് സീരിയസ് ആയിട്ട് നമുക്ക് കഥാപാത്രത്തിനെ കുറിച്ചൊക്കെ പറയാമല്ലോ. സിനിമയെ പ്രൊമോട്ട് ചെയ്യാനാണല്ലോ ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ പറ, കഥാപാത്രത്തെ കുറിച്ച് പറ. കഥാപാത്രത്തെ കുറിച്ച് പറയാനാണെങ്കിൽ സിനിമയിൽ മൊത്തത്തിൽ പറയല്ലേ. കഥ പറയേണ്ടി വരും. കഥ പറഞ്ഞോ? അപ്പോ കഥയൊന്നും പറയല്ലേ? ഞാൻ പറയൂല, അതങ്ങനെ പലതും പറയും. അതിനു വേണ്ടിയുള്ള അല്ല സംഭവങ്ങളുണ്ട്. അപ്പം അതല്ല കുഞ്ചാക്കോവൻ എന്ന് പറയുമ്പോഴത്തേക്കും ശംഭു മഹാദേവ് സിജു ചേട്ടന്റെ 2 അസിസ്റ്റൻസ് ആയിട്ടാണ്. അതിനകത്ത് പോലീസ് മറ്റേ ബോംബെന്ന് വരുന്ന 2 പോലീസ് ഓഫീസേഴ്സ് ആയിട്ടാണ്. ബോംബെ ബോംബെ പടം കണ്ടപ്പോഴേ അറിഞ്ഞു. ഞങ്ങൾക്ക് ആദ്യം അറിഞ്ഞൂടായിരുന്നു. ഇവര് ബോംബെ എഴുതാണോ? ചുമ്മാ ആണോ? ക്യാരക്ടറിനെ കുറിച്ചൊന്നും പറഞ്ഞു തന്നില്ലേ? പിന്നെ ഡേറ്റ് കിട്ടാൻ വേണ്ടി തള്ളി. അതല്ലേ എന്ത് ചെയ്യുന്നു ഞാൻ? സംഭവം അതിനകത്ത് ഉടനീളം ഉണ്ടെങ്കിലും കാര്യമില്ലെന്നോ കാണിച്ചോ നീ എന്നാ പറയുന്ന ആദ്യം? അതന്നെ പോസ്റ്ററിൽ കാണണമെങ്കിൽ 2 പേര് ഞങ്ങൾ അങ്ങ് നോക്കണം. വൻ സീരിയസ്. അതെ സീരിയസ് മൂഡ്. അതിനകത്ത് നമ്മൾ ചിരിക്കത്തേ ഇല്ല. അത് ഇതിനകത്ത് കോമഡി ഒന്നും ഇല്ല കേട്ടോ. നമ്മള് ഏത് സിനിമയിലോ? ലുക്കിടാനും പറയും കോമഡി ഒന്നുമില്ല. സീരിയസ് ആയിട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ലുക്കിലൊരു കോമഡി ഉണ്ടായിരുന്നു. നമ്മള് മറ്റേ അല്ല ഇവര് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വരുന്നോണ്ട് ഇവർക്ക് ആ ഒരു സീരിയസ് മോഡ്. യൂട്യൂബിലും റീലിലും ഒക്കെ നമ്മൾ മറ്റേ കോമഡി ചെയ്തിട്ട് ഇതിനകത്ത് കോമഡി അല്ല, ഞങ്ങള് സീരിയസ് പക്ഷെ പരിപാടി. നിങ്ങൾ മൊത്തത്തിലൊരു കോമഡി ആണല്ലോ. അതെ, അതിനകത്ത് ആ സീരിയസ് കാണിക്കുമ്പോഴും കോമഡി ആയിട്ട് തോന്നുന്ന ആൾക്കാർ. അല്ല ഇത് ആക്ച്വലി നിന്നെ അതിന്റെ അകത്ത് കണ്ടപ്പോ ഞാൻ ചിരിച്ചായിരുന്നു. ആ ലുക്കില്ല സീരിയസ് നിബ്രാസ് അവനെ കണ്ടിട്ട് ചോദിച്ചാ ഷെഹബാസിന്. ഇല്ല അത് ചിരിച്ചില്ല. കണ്ട് ഇക്ക പറ, നാരായണൻകുട്ടിയെ കുറിച്ച് പറ, എന്റെ അച്ഛനെ കുറിച്ച് പറ. ഉജ്ജ്വലന്റെ അച്ഛൻ നാരായണനും മകനും ഉജ്ജ്വലും തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പാണ് അല്ലേ? അങ്ങനത്തെ ഒരു അച്ഛനും മകനുമാണ്. മകനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അച്ഛനാണ്. ഈ കഥകൾ മുഴുവൻ മകന്റെ തലയിൽ ഇട്ടു കൊടുക്കുന്ന അച്ഛനാണ്. അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? ഇല്ലേ, അങ്ങനെ എന്തോ സ്റ്റോറിയൊക്കെ പറയുന്നുണ്ടല്ലോ എന്റെ അകത്ത് ഇങ്ങനെ. അത് ഞാൻ ഇവർക്ക് ചെറുപ്പത്തിൽ ഒരു കഥ പറഞ്ഞു കൊടുക്കുന്നതാണ്. ഇങ്ങനെ നമ്മൾ പറയുമല്ലോ ഈ മറ്റേ പോക്കാച്ചി പിടിക്കുന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പലതും പിടിക്കുന്നൊക്കെ പറഞ്ഞ് നമ്മളെ ചെറുപ്പത്തിൽ പല കഥകളും പറഞ്ഞ് പേടിപ്പിക്കുമല്ലോ പുറത്തിറങ്ങാതിരിക്കാനൊക്കെ. അപ്പം അങ്ങനെ ഒരു കഥ
പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ അതുമായിട്ട് പിന്നീട് ഈ സിനിമയ്ക്കൊരു ഒരു കണക്ഷൻ ഉണ്ട്. ഞാൻ ഇന്റർവ്യൂ എടുക്കാൻ വരുമ്പോ ഉണ്ടല്ലോ, ഞങ്ങൾ മൊത്തത്തില് ആങ്കേഴ്സിനുള്ളൊരു പ്രശ്നമുണ്ട്, ഇനി എന്ത് ചോദിക്കും എന്നുള്ളത്. ഞങ്ങൾ ഈ ആഴ്ചയിൽ കാണുന്നുണ്ട് എന്ത് പുതുതായിട്ട് ചോദിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഈ പ്രൊമോഷന് താങ്കൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ചോദ്യം, ഒരു കോമൺ ചോദ്യം അതേതാ? എത്ര പടം അടുത്ത ആഴ്ച ഈ അടുത്ത് കഴിഞ്ഞൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞു വെച്ചൊരു സെന്റൻസ്, അത് ഉറപ്പായിട്ടും എല്ലാരും ചോദിക്കും. ഞാൻ ഒരു ക്ലൂ തന്നിട്ടാണ് ഇവിടെ നിന്ന് അങ്ങോട്ട്. ഉത്തരം റെഡിയാക്കി വെച്ചോ. ഇന്റർവ്യൂക്ക് ഇങ്ങനെ അതറിയില്ലേ? അങ്ങനെ പറയല്ലേ. എന്താ ചോദ്യം? എന്താ ഇനി സൂപ്പർ സ്റ്റാർ പടം, അഭിനയത്തിന് തൽക്കാലം വിട, ഡയറക്ടർ കുപ്പായം എടുത്തണിയാൻ ധ്യാൻ ശ്രീനിവാസൻ. ഞങ്ങളെല്ലാരും ഉണ്ട് അതിനകത്ത്. പിന്നെ ഇവരാണ് സൂപ്പർ സ്റ്റാർ. ആത്മാർത്ഥത എന്നൊക്കെ പറഞ്ഞ് തെളിയത് ശരിക്കും ഇവരാണ് സൂപ്പർ സ്റ്റാർ. ഇവരാണ് എക്സ്ക്ലൂസീവ്. ഇവനും അവനും ഇല്ല. സോറി, ഇവനും അവനും ഉണ്ട്. ഇവരില്ലാതെ ഞാനില്ല, എന്തായാലും ഞാൻ കാണൂല അതിനകത്ത്. നീ ഉണ്ടാവൂടാ. നിന്നെ ധ്യാൻ ഭയങ്കര ഇഷ്ടം. കൂടെ തന്നെ നിർത്തും. അതെ, പറ സീരിയസ് ആയിട്ട് പറ. ഈ പടം ഞാൻ ചുമ്മാ പറഞ്ഞ ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ. അല്ലല്ലോ, പറ സീരിയസ് ആയിട്ട് പറ. എന്ത് പടത്തിനെ കുറിച്ച് പറയാന്ന്. സൂപ്പർ സ്റ്റാർ ആരാന്നൊന്നും പറയണ്ട, ബാക്കി ഡീറ്റെയിൽസ് പറ. ബാക്കി ഇപ്പൊ അങ്ങനെ ഞാൻ ഏതോ ഒരു ഇന്റർവ്യൂല് ഞാൻ അങ്ങനെ ഒരു സംഭവം പറഞ്ഞു. അത് ചർച്ചയാവുമല്ലോ. എന്നിട്ട് വേണം ഇനി ആലോചിക്കുക. ഈ പറയുന്ന സൂപ്പർ സ്റ്റാർ പറഞ്ഞിട്ടില്ല. അത് ഇത് എനിക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ് അല്ലേ? പക്ഷെ ഈ വിനീതേട്ടൻ ഇടയ്ക്ക് എപ്പോഴും പറഞ്ഞല്ലോ, ഞാൻ്റെ ഒരുപാട് കഥകളുണ്ട് മഞ്ജു, നല്ല കഥകളാണ്. പക്ഷെ അവൻ അതിലിരുന്ന് പണിയെടുക്കണം. കഥയിൽ കൂടുതൽ നിങ്ങൾ തന്നെ ചോർത്തിയെടുത്തില്ലേ? ആണോ? ഒരുപാട് കഥകളല്ല, അത് ജീവിത കഥകൾ. അത് ജീവിതകഥ, ജീവിതകഥ, നമ്മുടെ ജീവിതകഥ. അല്ല, ഇങ്ങനെ ഒരു സംഭവം ആലോചിച്ചിട്ട് കുറച്ചായി. സൂപ്പർ സ്റ്റാർ എന്നോട് വരാനും പറഞ്ഞു. പക്ഷെ അന്ന് എനിക്ക് ഷൂട്ടിംഗ് ഉള്ളതുകൊണ്ട് പോകാൻ പറ്റിയില്ല. എന്നാ ഷൂട്ടിംഗ് ഇല്ലാത്ത അതാ. പിന്നെ ഈ സൂപ്പർ സ്റ്റാർ എന്നെ വീണ്ടും നിരന്തരമായി പുള്ളി എന്നെ ഇങ്ങോട്ട് വിളിച്ചു. പിന്നെ എനിക്ക് പുള്ളിനെ വിളി കേട്ടിട്ട് എനിക്കൊരു ശല്യമായി തുടങ്ങി. ഇല്ല, അല്ല അങ്ങനെയല്ല. പിന്നെ അദ്ദേഹത്തിനെ കാണാനുള്ള ഒരു സമയം കിട്ടിയില്ല, എനിക്ക് കിട്ടിയില്ല. അപ്പോ പടമില്ല, സൂപ്പർ സ്റ്റാറിന് പടമില്ല, ധ്യാൻ ചേട്ടന് പടമുണ്ട്. ഞാനാണ് സൂപ്പർ സ്റ്റാർ ആവുന്നുമില്ല. എന്തോ ഇങ്ങനെ നടക്കാതെ പോയിരിക്കും. അല്ല, ഈ മെയ് തൊട്ട് അങ്ങോട്ട് ഇനി അഭിനയത്തിന് ഒരു ബ്രേക്ക് ഇടാന്ന് പറഞ്ഞാൽ ശരിക്കും ഉള്ളതാണോ? മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ പടമുണ്ട്. പിന്നെ എല്ലാ കൊല്ലവും മെയ് ഉണ്ടല്ലോ. മെയ് എന്ന് പറയുമ്പോ അടുത്ത വർഷം ജീവിക്കണ്ടേ? അക്കൗണ്ട് ബാലൻസ് നോക്കും ഓരോ മാസം കഴിയുമ്പോ. അടുത്ത പടം ചെയ്യണത് ശരിയാവില്ല. എല്ലാം അറിയാം. അത് കണ്ട ഞാൻ പറഞ്ഞ് പഠിപ്പിച്ച് വിട്ടിട്ടുണ്ട്. അല്ല അങ്ങനല്ല, മെയില് ബ്രേക്ക് എടുക്കണം എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ കഴിഞ്ഞ വർഷത്തെ കുറച്ച് പടങ്ങൾ ഇങ്ങനെ കേറി വന്നു. അപ്പൊ അതിന് മുമ്പേ അത് ഇപ്പൊ മെയ്ന്നുള്ളത് നമുക്ക് ആ ടാഗ് അങ്ങ് മാറ്റി കൊടുക്കാം. കുറച്ച് അടുത്ത ന്യൂസ് ആവൂല്ലോ, വീണ്ടും ന്യൂസ് ആവും. ഏത് മെയ്യാന്ന് അറിയില്ലെന്ന് കൊടുത്താൽ എല്ലാ വർഷവും മെയ് ഉണ്ടല്ലോ ഒന്ന് കൊടുക്കാതെ അല്ലേ? അത് ഒറ്റ പടാണോ അതോ കണ്ടിന്യൂസ് കുറച്ച് പടം ഡയറക്റ്റ് ഒക്കെ ചെയ്തിട്ട് പിന്നെ അഭിനയത്തിലേക്ക് അങ്ങനെയാണോ? ഫീൽഡ് ഔട്ട് ആയി പോയി. നീ ചുമ്മാ എല്ലാത്തിനും എന്നാ പിന്നെ നീ തന്നെ പറ. എന്നോട് ചോദിക്കണം. എന്നോട് ചോദിക്കണ്ടേ? ക്വസ്റ്റ്യൻ പേപ്പർ അവിടെ വരും. എന്താ ചോദ്യം? അല്ല, ശ്രദ്ധിച്ചില്ല. ഒരൊറ്റ പടമാണോ അതോ ഡയറക്ടറായിട്ട് 2-3 പടങ്ങൾ ചെയ്ത് പിന്നെ ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും അടുത്ത പടം ഓടിയാലല്ലേ പിന്നെ 2-3 പടങ്ങളൊക്കെ കിട്ടും. ഞാനും പറഞ്ഞത് ഈ പടം ഓടുമോ? ഏത് ഈ പടം? ഇത് എന്ത് ടഫ് ചോദ്യം. ഇവനോട് പിന്നെ അതൊക്കെ ഇല്ല, അവിടെ ചോദിക്കാൻ പാടില്ല. എന്നോട് ഇപ്പോഴല്ലേ പറഞ്ഞു. നല്ല പടമാണ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മള്. ഞാൻ ചോദിക്കട്ടെ, എന്റെ പടങ്ങളൊന്നും ഭാര്യ കാണാറില്ല ചേച്ചി, ഏതെങ്കിലും ഒരു നല്ല പടം പറയാന്ന് പറഞ്ഞു ഈ പടം കൊണ്ടേ ഭാര്യനെ കാണിച്ചാൽ ഭാര്യ നല്ലതാന്ന് പറയോ? അത് ഭാര്യയുടെ ഇതുപോലെ ഇരിക്കും. ഭാര്യക്കിപ്പോ ഇടയായിട്ടൊന്നും പിടിക്കുന്നില്ല. അതാണോ? അങ്ങനെ പിടിക്കുന്നില്ല. അപ്പൊ അല്ല, അതല്ല, നമ്മൾ ചെയ്ത് വെച്ച് നോക്കുമ്പോ കഴിഞ്ഞ നമ്മൾ കണ്ട സിനിമകളും നമ്മൾ ചെയ്ത സിനിമകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ക്വാളിറ്റി വൈസും പ്രൊഡക്ഷൻ വൈസും പിന്നെ ഇതിന്റെ പുറകിലുള്ള നമ്മളൊക്കെ ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ വീക്കെൻഡ് എന്ന് പറയുന്നത് അത് എടുത്ത് പറയണം. വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിന്റെ അവരൊരു വെറുതെ കണ്ടൊരു സിനിമ ഒന്നും അവർ ചെയ്യാത്ത ബാനറാണ്. അപ്പൊ അവരുടെ ഒരു സക്സസ് റേഷ്യോ നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഹിറ്റുകൾ സമ്മാനിച്ചിട്ടുള്ള എന്ന് വെച്ചാൽ അവർ ചെയ്ത സിനിമകളൊക്കെ സക്സസ്ഫുൾ സിനിമകളാണ്. ആ രീതിയിൽ ഈ വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ആദ്യത്തെ സിനിമയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റി അതിനുണ്ടാവുമല്ലോ. പിന്നെ ഇത്
ഇതിന്റെ തുടക്കം ഈ സിനിമാറ്റിക് യൂണിവേഴ്സിൽ ആദ്യത്തെ സിനിമ, ഇതിനെ ഫോളോ ചെയ്യുന്ന സിനിമ അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഒരു പോസ്റ്റ് ക്രെഡിറ്റിൽ നമ്മൾ ആ സീൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ജാംബി എന്ന് പറഞ്ഞ പടം. പിന്നെ അതിനെ ഫോളോ ചെയ്തിട്ട് ഇതേ യൂണിവേഴ്സിൽ നിന്ന് വേറെ സിനിമകളുണ്ട്. അത് ഇറ്റ്സ് യുവർ സിനിമ അതോ വേറെ ആൾക്കാർ അങ്ങനെയാണോ? ആ ഇതിന്റെ കണ്ടിന്യൂഷൻ അത് സ്റ്റാൻഡ് അലോൺ സിനിമയായിട്ട് വേറെ സിനിമകൾ ഫോളോ ചെയ്യും. പക്ഷെ അതിൽ ചിലപ്പോൾ ഇതിലുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ അതിലുണ്ടാവും അങ്ങനെയൊക്കെ. ഓക്കെ. പക്ഷേ ഇതൊക്കെ സ്റ്റാർട്ടിങ് ഫ്രം മിന്നൽ മുരളി യൂണിവേഴ്സ് അല്ലെങ്കിൽ മിന്നൽ മുരളി യൂണിവേഴ്സ് അല്ല, അതൊക്കെ വീക്കെൻഡിന്റെ യൂണിവേഴ്സ് പോലെ അതിലുള്ള ക്യാരക്ടേഴ്സ് ഒന്നും ഇതിനകത്തില്ല. പക്ഷെ ഇതിനെ ഫോളോ ചെയ്തിട്ട് അവർ ചെയ്യുന്ന സിനിമകളൊക്കെ ഈ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ തുടക്കമാണത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. ബോറടിപ്പിക്കാത്ത, എൻഗേജ് ചെയ്യിപ്പിക്കുന്ന ത്രില്ലറാണ് എന്തൊക്കെ പറഞ്ഞാലും. ത്രില്ലർ എന്ന് പറയുമ്പം റൂറൽ സീരിയൽ കില്ലർ, പിന്നെ റൂറൽ ഡിറ്റക്റ്റീവ്, പിന്നെ ഫിക്ഷണൽ ഒരു ഗ്രാമം. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു കുറച്ച് യുണീക്കായിട്ടുള്ള സെല്ലിംഗ് ഫാക്ടേഴ്സ് ഉണ്ട്. സോ എനിക്ക് തോന്നുന്നു ഒരു ഒരിക്കലും എന്താ പറയണ്ട, ഒരു അബോവ് ആവറേജ് അല്ലെങ്കിൽ ഒരു ഗുഡ് തിയേറ്റർ എക്സ്പീരിയൻസ് തരാൻ പറ്റുന്ന സിനിമയായിരിക്കും. ബോറിംഗ് പടമായിരിക്കില്ല. ബോറിംഗ് പടത്തിനപ്പുറം ഒരു ഇപ്പൊ സാധാരണ നമ്മളിപ്പോ തിയേറ്ററിൽ എന്ത് എക്സ്പീരിയൻസ് കിട്ടുന്നു എന്നുള്ളതാണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ആ രീതിയിൽ ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് കിട്ടാനും എല്ലാം കൊണ്ടും ഇതിന്റെ ടീസർ കണ്ടാലൊക്കെ നമുക്ക് മനസ്സിലാവും അതിനൊരു ക്വാളിറ്റി കീപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഡയറക്ടേഴ്സ് ആയിക്കോട്ടെ, ഇതിന്റെ ഇതെല്ലാം പുതിയ ആൾക്കാരാണ്. നമ്മളവരെ പറയണല്ലോ, ഇന്ദ്രനീൽ, രാഹുൽ, പ്രേം, ശ്രാവന്തി, അവരാണ് ഗാർഗിയൊക്കെ ഷൂട്ട് ചെയ്ത്. ഇപ്പോൾ പിള്ളേർ ഒരു വിസ്ലിംഗ് വുഡ്സ് നിന്ന് പാസ് ഔട്ട് ആയിട്ടുള്ള പിള്ളേരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്തിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെ അടിച്ചു പിടിച്ച് ഷൂട്ട് ചെയ്തെങ്കിൽ പോലും പിന്നീട് നമ്മളത് കാണുന്ന സമയത്ത് അതുകൊണ്ട് നമുക്ക് ഇത് എങ്ങനെ വരും എന്നൊക്കെയുള്ള ചിന്തയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കണ്ട് ഡബ്ബൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഒരു ഡെഫിനറ്റ്ലി ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ അതിന്റെ ഫാക്ടർ ഉണ്ട്. ടീസർ കാണുമ്പോൾ ഒരു ഫീൽ ഉണ്ട്. ഈ പറഞ്ഞ പോലെ ടീസർ കാണുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരുന്നത് എന്താണെന്ന് അറിയോ, പല പല സാധനങ്ങളായിട്ട് തോന്നും. അതായത് എവിടെയോ ഒരു കുഞ്ഞിരാമായണം ഫീൽ തോന്നും, എവിടെയോ ഒരു മിന്നൽ മുരളി ഫീൽ വരും, പിന്നെ BGMലൊക്കെ എവിടെയൊക്കെയോ സ്ട്രേഞ്ചർ തിങ്സ് ഫീൽ ഒക്കെ വരുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഇത് എന്ത് കൈൻഡ് ഓഫ് ഒരു സിനിമയാ? ഇത് പ്രോപ്പർ മർഡർ മിസ്റ്ററി ക്രൈം ത്രില്ലർ തന്നെയാണ്. സീരിയസ്? അതിൽ കുറച്ച് ഡാർക്ക് ഹ്യൂമറും ബ്ലാക്ക് ഹ്യൂമറൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പറയുന്ന ബാക്കിയുള്ള ക്യാരക്ടേഴ്സൊക്കെ ഇത് പ്ലേ ചെയ്യുന്ന ബാക്കിയുള്ള ആൾക്കാരൊക്കെ കുറച്ച് ഓവർ ദ ടോപ്പ്. മിന്നൽ മുരളിയിലൊക്കെ നമ്മൾ കണ്ട പോലെ മിന്നൽ മുരളി സൂപ്പർ ഹീറോ പ്ലസ് ബാക്കി കുറച്ച് ഹ്യൂമർ ഉണ്ട്. അതുപോലെ അത്തരത്തിൽ ഈ നാട്ടിൻപുറത്ത് ഇങ്ങനെ ഒരു കൊലപാതകം നടക്കുന്ന സമയത്ത് നാട്ടുകാർ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ആ നാട്ടിലൊരു കൊലപാതകം നടക്കുന്നത്. അപ്പൊ അതിൻ്റെയൊക്കെ ഒരു ക്യൂരിയോസിറ്റി, അല്ലെങ്കിൽ ഞാൻ അവിടുത്തെ ഡിറ്റക്റ്റീവ് അല്ലെങ്കിൽ അവിടുത്തെ ലോക്കൽ പോലീസിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളായിട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യമായിട്ടൊരു മർഡർ നടക്കുമ്പോൾ ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആണ്, ബിക്കോസ് ഇതൊരു റിസോൾവ് ചെയ്യാനൊക്കെ ഉള്ളൊരു ഇതുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഞാൻ പറഞ്ഞ കുറച്ച് ബക്കി ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയണ്ടേ, ചില നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ കൊലപാതകം നടക്കുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഭയങ്കര സീരിയസ് ആയിട്ടൊന്നും അല്ല അതിനെ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. കുറച്ച് ഡാർക്ക് ഹ്യൂമറൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഒരു പോയിന്റിന് ശേഷം ഇറ്റ് ബിക്കംസ് സീരിയസ്, ബിക്കോസ് ആ നാട്ടിൽ തന്നെ റെഗുലറായിട്ട് കുറെ കൊലപാതകം നടക്കുന്ന സമയത്ത് നമ്മളും അതിന് കുറച്ചൊരു പോയിന്റിന് ശേഷം. അപ്പൊ പിന്നെ അത് അവസാനിക്കുന്നതൊക്കെ ഒരു സീരിയസ് ഒരു ത്രില്ലറിന്റെ സ്വഭാവത്തിൽ തന്നെയാണ് ആ സിനിമ എൻഡ് ചെയ്യുന്നതും പരിപാടി. ഇവരെ നാലുപേരെയും കണ്ടപ്പോഴാണ് ഇതിൽ എന്തൊക്കെയോ ഭയങ്കര കോമഡി ഉണ്ടാവുന്നുള്ള അല്ല, ഇവരെ നാലുപേരും ഒരുമിച്ചുമല്ല. അല്ല, ഇത് എന്താ പ്രശ്നം, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ നിബ്രാസിനെ കാണുമ്പോഴേ എനിക്ക് ചിരി വരും. ഇവ നിങ്ങളുടെ ഏതൊരു സ്കിറ്റിലൊക്കെ പറഞ്ഞിട്ടില്ലേ, മറ്റേ സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ്, സ്മോക്കിംഗ് കോസസ് ക്യാൻസർ, ആലോചിക്കുമ്പോഴേ ചിരി വരും. ഇപ്പം നിങ്ങൾ നാലുപേരും ഈ കോണ്ടന്റ് ക്രിയേഷൻ തുടങ്ങിയത് ആക്ച്വലി അൾട്ടിമേറ്റ് എയിം സിനിമ എന്ന് പറയുന്നതാണല്ലോ. ഇപ്പൊ സിനിമയിൽ വന്ന് എത്തി, അതിൽ ഇപ്പൊ സിനിമ നിങ്ങളുടെ അടുത്തേക്ക് ഇതിന്റെ ഫസ്റ്റ് കോള് വരുമ്പോൾ അവർ പറയുന്നത് ഓക്കെ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്, നായകൻ ധ്യാൻ ശ്രീനിവാസനാണ്. വാട്ട് വാസ് യുവർ ഫസ്റ്റ് തോട്ട്? അല്ല, ഒരു മിനിറ്റ്, അവൻ പറയും. അതിലേറെ ആശ്ചര്യം വീക്കെൻഡ് സിനിമാറ്റിക് അവനും പറയട്ടെ. അല്ല, മുക്കോള് വന്നു നമ്മളെ ഇന്ദ്രനീലേട്ടനെ വിളിച്ച. അപ്പൊ ഇതണക്ക് വിളിച്ചിട്ട് പറഞ്ഞ് മൂവി ഉണ്ട്, അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ടീസർ ഇറക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഡിറ്റക്റ്റീവ് ജനലിന്റെ മീൻസ് മറ്റേ പ്രോമോ പോലെ. എന്നിട്ട് അത് ഇറക്കിയിട്ടുണ്ട്. ഇങ്ങനെ ആദ്യം ഇവനാ കോള് വന്നത്. ആദ്യം കുറേം കുര്യം മാത്രമേ വിളിച്ചുള്ളായിരുന്നു. അപ്പൊ അങ്ങനെ കോള് വന്ന് ഇവനെ
വിളിച്ചിട്ട് ഇതണക്ക് നമ്മൾ വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിന്റെ പ്രൊഡക്ഷനാണ്, നമ്മൾ ധ്യാൻ ചേട്ടനാണ് ഹീറോ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഓക്കെ പറഞ്ഞു ബ്രോ അത് ഇറക്കിയിട്ടുണ്ട് യൂട്യൂബിൽ, ഒന്ന് കണ്ടിട്ട് ഇതാക്കുന്നത്. അതെന്ന് പറഞ്ഞു നമ്മളില്ലാന്ന് പറഞ്ഞു ആദ്യം അല്ലേ? സത്യം ഇല്ല അത് ഇൻട്രൊഡക്ഷൻ വളരെ നാച്ചുറൽ ആയിട്ട് വന്നായിരുന്നു. പക്ഷേ അല്ലേ, അല്ലല്ല അങ്ങനെ ടീസർ കണ്ട് നമ്മള്. ടീസർ അത് യൂട്യൂബിലുണ്ട്, കണ്ട അടിപൊളി സാധനം. അതിൽ തന്നെ കുറെ കമന്റ് ഉണ്ട്, ധ്യാൻ ചേട്ടൻ 2.0. ധ്യാൻ ചേട്ടൻ ഏതോ ഒരു ഇന്റർവ്യൂവിൽ എൻ്റെ ഒരു 2.0 വരുന്നുണ്ടെന്നൊക്കെ ഇതാണൊക്കെ അറിയാതെ പറഞ്ഞു. അപ്പൊ അത് ആൾക്കാർ ഓർത്ത് വെച്ചിട്ട് അറിഞ്ഞോണ്ട് പറഞ്ഞാണത്. അപ്പൊ അറിഞ്ഞോണ്ട് പറഞ്ഞു. അപ്പൊ അതിന്റെ അടിയിൽ ഇതാണോ ധ്യാൻ ചേട്ടൻ പറഞ്ഞ 2.0 എന്നൊക്കെ പറഞ്ഞ അതിന്റെ അടിയിൽ അത് ധ്യാൻ അറിയാണ്ട് പറഞ്ഞല്ല. ഇതിപ്പോ ഇത്രയും പറഞ്ഞില്ലേ, ഇതൊന്നും അറിയാണ്ട് പറയുന്നില്ല. ഞാൻ ശ്രീനിവാസൻ ഒരു കാര്യം അറിയാണ്ട് പറയുന്നില്ല അല്ലേ? എല്ലാം അതൊന്നും ഈ മണ്ടന്മാർക്ക് മനസ്സിലാവില്ല മഞ്ജു. അല്ല അങ്ങനെ നമ്മള് സ്ക്രിപ്റ്റ് കേട്ടപ്പോ നൈസ് കഥ. ഞാൻ എന്റെ സംശയം അറിയാം. ഇതാണ് സത്യം. അല്ലല്ല നിന്റെ 4 പേരെ ഒരേ സമയത്ത് കാസ്റ്റ് ചെയ്ത് ആദ്യത്തെ പടമായിരിക്കും ഒരു ടീമില് അല്ലേ? ആസ് എ ടീമാണല്ലോ നിങ്ങൾ നമ്മള് അവരെ കാണാൻ പോയപ്പോഴാണ് തിരിച്ചു പോകാൻ നേരത്ത് പറഞ്ഞത് ഇങ്ങനെ റോളുണ്ട് ചെയ്യാവോ എന്ന് ചോദിച്ചു. അത് ഇവന്റെ റോള് ഇവനും ഇവന്റെ റോൾ ഇവനുമായിരുന്നു. അങ്ങനെയായിരുന്നു. എന്നിട്ട് എന്താ തിരിച്ചേ? അതൊരു കഥയിലെ ചെറിയൊരു സാധനം. അവന്റെ ക്യാരക്ടറിന്റെ പേരെന്താണെന്ന് അറിയോ? അയാളെ എന്താ അന്തിക്കുരുടൻ. ലുക്ക് നന്നായിട്ടുണ്ട്, നല്ല രസമുണ്ട്, ലുക്കും കറക്റ്റ്. ആരും അങ്ങനെ തിരിച്ചറിയില്ല. അന്തിക്കുരുടൻ കൊറിയൻ കുര്യൻ അല്ലേ? കുഞ്ചാക്കോ ബോബൻ. ഓ അതാ പേര് നൈസായിട്ട് കുഞ്ചാക്കോ ആൻഡ് ബോബൻ. നസീർക്ക് ഇതിന്റെ ഒരു ഫസ്റ്റ് കോൾ വരുന്നത്, ഇതിന്റെ ഒരു ഫസ്റ്റ് മെമ്മറി എന്താ? അല്ല, ഡയറക്ടർ തന്നെ ഇവരെന്നെ വിളിച്ചു. അവർ വിളിച്ചിട്ട് വന്ന് എൻ്റെ അടുത്ത് കഥ പറഞ്ഞു. ഇങ്ങനെ ധ്യാൻ്റെ അച്ഛൻ്റെ ക്യാരക്ടറാണ്. നിങ്ങളോടൊക്കെ കഥ പറഞ്ഞല്ലേ? അത് ആക്ച്വലി പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ചോദിക്കട്ടെ, എനിക്കത് ചോദിക്കാണ്ടായിരുന്നു. ഇതിന്റെ കഥ കേട്ടോ? ഞാൻ സാധാരണ കഥയൊന്നും കേൾക്കാറില്ല എന്ന് പറഞ്ഞു. ഇതിന്റെ കഥ കേട്ടോ? ഞാൻ പറയട്ടെ. അല്ല അതല്ല ഇവരോടൊക്കെ പറഞ്ഞെന്ന് അറിഞ്ഞപ്പോ എനിക്കൊരു അപ്പൊ കേട്ടിട്ടില്ല. കേട്ടു പക്ഷെ ഇപ്പോഴും വളരെ വൈകിയാണ് കേട്ടത്. വൈകിന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ദിവസം സിനിമയുടെ ഷൂട്ടിംഗ് സംഭവം എന്തോ ഇത്. അത് ഞാൻ സംശയം ചോദിക്കുന്ന ഇവനോട് അല്ല പുള്ളിക്ക് ഞങ്ങൾക്ക് ഒരു ഉത്തരമായിരുന്നു, എന്തുകൊണ്ട് ഈ പടം ചെയ്തെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു നല്ല പടം വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ്. പുള്ളി അതും പറഞ്ഞില്ല, വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിന്റെ. പിന്നെ അവരെന്തായാലും കഥ കേട്ടിട്ടുണ്ടാവുമല്ലോ, ആരെങ്കിലും ആള് കേട്ടാ പോരെ. അല്ല പക്ഷെ പടം തിയേറ്റർ എക്സ്പീരിയൻസ് നല്ലതായിരിക്കും. അല്ല, അവർ വന്ന് കഥ പറഞ്ഞു. കഥാപാത്രം ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്കിതിൻ്റെ പശ്ചാത്തലം ഇഷ്ടപ്പെട്ടു, ക്യാരക്ടേഴ്സും. ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് തന്നെ ജോയിൻ ചെയ്തൊരു സിനിമയാണ്. അത് ആ സെറ്റിൽ ഫുള്ളുണ്ടായിരുന്നു അല്ലേ? ഇടക്ക് മഴവിലിന്റെ പരിപാടി വന്നപ്പോ മുങ്ങി. ബമ്പർ സീറ്റുടെ പരിപാടി ഒരു മാത്രം മഴവിലിന്റെ പരിപാടിയില്ലേ, മുങ്ങിക്കൊക്കെ ഫുള്ളുണ്ടായിരുന്നു പറഞ്ഞോണ്ട് ഫുള്ളില്ലായിരുന്നു, ഇടക്കുന്ന് പോയി. ഇടയ്ക്ക് 2 ദിവസം മാത്രം. അല്ല, അതൊക്കെ നേരത്തെ പറഞ്ഞിട്ട് മുതലാളി അത് മറന്നു. ഏതാ മുതലാളി ഒരു റഷ് മുങ്ങിയായിരുന്നു. ഞാൻ ഫുള്ളോടെ ഉണ്ടായിരുന്നു, ഫുള്ളില്ലായിരുന്നല്ല. രസമായിരുന്നു. നമുക്ക് സിജുവും റോണിയും അങ്ങനെ നമുക്ക് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ബാച്ചായിരുന്നു കൂടെ ഉള്ളത്. ഇവരുണ്ടല്ലോ. കുഞ്ഞിരാമായണം ഷൂട്ട് ചെയ്ത സ്ഥലത്തൊക്കെ നമ്മൾ കുറെ ദിവസം അതാ ഞാൻ പറഞ്ഞത്. അതാ ടീച്ചറിലൊക്കെ കാണുമ്പോൾ നമുക്കൊരു കുഞ്ഞിരാമായണം ഫീലും വരും. അതിന്റെ സറൗണ്ടിങ്സും അതേ സ്ഥലത്ത് ഷൂട്ട് ചെയ്തോണ്ടാ ഫീല്. അതില് BGM എന്താ ഈ സ്ട്രേഞ്ചർ തിങ്സിന്റെ ഒരു അതടിച്ചു മാറ്റിയില്ല. അങ്ങനെ ഒരു ഫീൽ ഉണ്ടെങ്കിൽ അടിച്ചു മാറ്റിയതായിരിക്കുമല്ലോ എന്നാണ് അവ ഉദ്ദേശിച്ചത്. ഫുള്ള് കേൾക്കാതെ എന്തൊക്കെയല്ലേ ഞാനല്ല പറഞ്ഞത്. നീയല്ലേ പറഞ്ഞ സ്ട്രേഞ്ചർ തിങ്സിന്റെ ഒരു ഫീൽ ഉണ്ടോ? സ്ട്രേഞ്ചർ തിങ്സിന്റെ ഒരു ഫീൽ ആ തുടങ്ങുന്ന സമയത്തൊക്കെ BGM കേൾക്കുമ്പോ സ്ട്രേഞ്ചർ തിങ്സിന്റെ ഒരു ഫീൽ ഉണ്ട്. അതാ ടീച്ചറിൽ മാത്രല്ലേ ഉള്ളൂ. അത് മാത്രമേ ഉള്ളൂ. അത് മാത്രല്ലേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. പക്ഷെ മൊത്തത്തിൽ ആ ഫീൽ ഇല്ല. മൊത്തത്തിലൊരു ഫീലും ഇല്ലത്. ഓക്കെ, ഇപ്പൊ ധ്യാന്റെ ഇന്റർവ്യൂസ് കാണുമ്പോഴും അതുപോലെ നമ്മള് എന്താ പറയാ ടോക്ക് ഷോസ് ഒക്കെ കാണുമ്പോഴും ഇതിന്റെ താഴത്ത് സ്ഥിരമായിട്ട് വരുന്ന ഒരു കമന്റ് ഉണ്ടല്ലോ, ധ്യാൻ ശ്രീനിവാസൻ ഞങ്ങളുടെ സ്ട്രെസ് ബസ്റ്റർ ആണ്, എന്തോ ഇഷ്ടമാണ് എനിക്ക് ചെക്കരി എന്നൊക്കെ പറഞ്ഞ കുറെ കമന്റുകൾ വരും. തിയേറ്റർ ആള് എന്താ എന്തുകൊണ്ട് അവര് തിയേറ്റർ സ്ട്രെസ് ചെയ്യുന്ന ആൾക്കാർ ആ സ്ട്രെസ് ഇന്റർവ്യൂല് മാത്രമേ കിട്ടുള്ളൂ. തിയേറ്ററിൽ പോയാൽ കിട്ടും, ആ സ്ട്രെസ് കൂടും. ഇപ്പൊ പോകുന്ന സ്ട്രെസ് ചിലപ്പോൾ തിയേറ്ററിൽ പോയാൽ വന്നാലോ.
അല്ല അതുള്ള പുള്ളിയെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. ലാസ്റ്റ് അത് വെറുതെ നീ അല്ല ഞങ്ങളുടെ ഉമ്മാക്ക് ധ്യാൻ ചേട്ടൻ്റെ ഒട്ടും ഇഷ്ടമില്ലാത്ത പോലെ ആവുമ്പോ. സത്യം കേട്ടോ, സത്യം. മുഖത്തെ എക്സ്പ്രഷൻ പ്രശ്നമായിരുന്നു അല്ലേ? ഇല്ല എല്ലാവർക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടന്നൊക്കെ. അത് നിനക്കെന്തോ ഇഷ്ടമില്ലാത്ത പോലെ? ഇവനെല്ലാം ഭയങ്കര കാര്യല്ലേ ഇപ്പൊ പറഞ്ഞു കേട്ടില്ല. അല്ല, ഞാൻ ചോദിക്കാൻ വന്നതേ, അഭിനയിക്കുമ്പോഴും നമുക്ക് എല്ലാവർക്കും ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ഉണ്ടല്ലോ. ഈ ഇപ്പൊ 10-45 ദിവസം ഒരുമിച്ച് അഭിനയിക്കുമ്പോഴൊക്കെ എപ്പോഴെങ്കിലും ഒക്കെ ദേഷ്യപ്പെടുക, ടെൻഷൻ അടിക്കുക, ഒച്ചപ്പാടുക, ഈ പരിപാടികളൊന്നുമില്ല. പുള്ളി കറക്റ്റ് ടൈമിന് അവിടെ വരുന്നു. അപ്പൊ കൃത്യനിഷ്ഠാന്നൊക്കെ പിന്നെ നിങ്ങൾ ഇവിടെ കാണുന്ന കോമഡി ഒന്നും അവിടെ ഇല്ല, ഭയങ്കര സീരിയസാ. ഞങ്ങൾ 5 മിനിറ്റ് കഴിഞ്ഞു, നിങ്ങൾ ഇത് എവിടെ കിടക്കുവായിരുന്നു? ലേറ്റ് ആയിട്ട് വരുവാ. പുള്ളി ഭയങ്കര What is this? നമ്മളെ 5 മിനിറ്റ് ഒക്കെ എന്തെങ്കിലും ബ്ലോക്ക് ഒക്കെ കാരണം പറയാൻ പറ്റുമോ? ഇവന് വന്നിട്ടാ ഞാൻ സോറി അങ്ങനല്ല, ഞാൻ വന്നു കഴിഞ്ഞിട്ടാണ് ഇവന്മാര് വരാറ്. പൊക്കിയതാണ് അത് കയറാതെ പോ പങ്ക്ച്വാലിറ്റി ഉദ്ദേശിച്ച പുള്ളി കറക്റ്റ് ടൈം. ഫസ്റ്റ് പടം വരൂല സമയത്ത് ഡ്രസ് മാറുന്നു, അതൊക്കെ എങ്ങനെയാ? ഇതിന് ക്ലാരിറ്റിയിൽ പറ, കേട്ടില്ല എന്താണ്? പെട്ടെന്ന് ഡ്രസ്സ് മറന്നു. അല്ല എല്ലാം പക്ക. ധ്യാൻ ചേട്ടൻ അവിടെ ഉണ്ട്. ഷോർട്ട് ഫിലിം അഭിനയിക്കുന്ന ലാഘവത്തോടുകൂടി അടിപൊളിയായിട്ട് പെർഫോം ചെയ്ത് പുള്ളി മീൻസ് ആ എഫേർട്ട്ലെസ്ലി പുള്ളി എല്ലാം വന്ന് ചെയ്യുന്നു. അതൊക്കെ ഒരു നീ പറയുന്നതൊക്കെ വളരെ ഇന്നസെന്റ് ആയിട്ടാണെങ്കിലും ഞാൻ കൊള്ളുന്നുണ്ട് കേട്ടോ. ഇല്ല അത് നമ്മൾ ഈ വീഡിയോ അങ്ങനെ ടോണായിട്ട് തോന്നുന്നത് സീരിയസ് ആയിട്ട് പറയുന്നത്. എന്റെ ടോൺ അങ്ങനെ ആയതുകൊണ്ടാണ്. എന്റെ രീതി ഈ നിങ്ങൾ ഫുൾ ടൈം കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആവുമ്പോഴേ, അതായത് നിങ്ങളെ വെയിറ്റ് ചെയ്ത് നിങ്ങളുടെ ഓരോ വീഡിയോസ് വെയിറ്റ് ചെയ്ത് കാണുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ ഇൻസ്റ്റയിൽ ഇൻസ്റ്റയില്. ഇല്ല ഇപ്പൊ അടുത്ത അടിക്കാനുള്ള ഇൻസ്റ്റയിൽ അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന കാണുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്ന വേറെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ടോ അങ്ങനെ കാണുന്ന? ഹാഷിർ ടീം ഒരു മാത്രമേ ഉള്ളൂ. അവര് സുബിൻ സാബി എന്ന് പറയുന്ന പുള്ളിയാണ്. ഇത് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ടാണല്ലോ നമുക്ക് ഇപ്പൊ ഇത് ഫസ്റ്റ് സിനിമയല്ലേ ഇത്. അതിന് മുന്നേ നമുക്ക് നിങ്ങൾ ഫേമസ് ആവുന്നത് ഈ കോണ്ടന്റുകളിൽ കൂടെയാണല്ലോ. നിങ്ങൾ 4 ആൾക്കും കൂടെ പുറത്തുനിന്ന്, അതായത് ത്രൂ ഇൻസ്റ്റാ കമന്റ്സ് ഒന്നും അല്ലാണ്ട് പുറത്തുനിന്ന് കിട്ടിയ കമന്റുകൾ ഉണ്ടാവല്ലോ, റിവ്യൂസ് ഉണ്ടാവല്ലോ, അതിൽ ഭയങ്കര ഓർമ്മയുള്ള ഏതെങ്കിലും ഒരെണ്ണം പറയോ? അതായത് നേരിട്ട് കിട്ടിയത്. ഉണ്ടുണ്ട്, ഒരുപാടുണ്ട്. ഫാമിലീസ് ഒക്കെ കാണുമ്പോ ഭയങ്കര സ്നേഹം. എന്തെങ്കിലും ഒരെണ്ണം ഓർമ്മയുള്ളത് പറയാനേ പറഞ്ഞു. ഒരു ഹോസ്പിറ്റലിൽ പോയി. അപ്പൊ ഒരു അമ്മൂമ്മ പുള്ളിക്കാരത്തി ഇവൻ ഇങ്ങനെ വണ്ടി ഇങ്ങനെ ചേർത്ത് വെച്ച് നമ്മള് ചോദിച്ചാൽ ഇങ്ങനെയാ ഓട്ടിക്കുന്നതെന്ന് തെറിയറിയാൻ വന്നതായിരുന്നു. പക്ഷെ അമ്മൂമ്മ വന്നിങ്ങനെ തട്ടി. അപ്പൊ ഇവൻ മറ്റേ ഇതൊന്ന് സീനായെന്നുള്ള രീതിയിൽ ഗ്ലാസ് കത്തപ്പോഴത്തേക്ക് കാണുന്നുണ്ട് എല്ലാരും ഉണ്ടല്ലോ, നിങ്ങളുടെ അച്ഛനല്ലേ വല്ല അച്ഛൻ റോൾ ചെയ്യുന്നുണ്ട്, അച്ഛന് ഒക്കെ ഉണ്ടല്ലോ ഇവിടെ എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിയുടെ മോൻ വന്ന് ഈ അമ്മൂമ്മയുടെ ഇൻസ്റ്റയിലുള്ള അമ്മൂമ്മയാ? അല്ലല്ല തള്ളുവല്ല. അപ്പം ഇൻസ്റ്റയിലല്ല യൂട്യൂബിലുണ്ടല്ലോ. ഇൻസ്റ്റ ഉണ്ടല്ലോ, വരുമാനം വേണ്ടേ? യൂട്യൂബിലും ഇടും. നമുക്ക് അയച്ചോറും പടമില്ലല്ലോ. അപ്പൊ ഈ അമ്മൂമ്മയുടെ മോൻ വന്നിട്ട് ഇൻസ്റ്റയിലുണ്ടോ അമ്മൂമ്മ ചർച്ചിച്ചതാ. ഇവനാ പറയണത് ഇൻസ്റ്റയിൽ എന്ന് പറയണമെന്ന്. അങ്ങനെ പറയണ്ട. അങ്ങനെ ഈ അമ്മൂമ്മയുടെ മോൻ വന്നിട്ട് ഇതാര് എന്ന് ചോദിച്ചപ്പോ ആ അമ്മൂമ്മ പറഞ്ഞു അറിഞ്ഞൂടെ യൂട്യൂബിലെയൊക്കെ പിള്ളേരായത് ഇങ്ങനെ. ആ അമ്മൂമ്മ പറഞ്ഞു പുള്ളി. അപ്പൊ അത് ഭയങ്കര, കാരണം വയസ്സായവരൊക്കെ യൂട്യൂബിൽ ഇരുന്ന് കാണുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോ ഭയങ്കര സന്തോഷം. ഈ മിമിക്രി കാണിക്കലുണ്ടല്ലോ, നീ ആളുകളെ, അതായത് കാണുന്ന ആളുകൾ നിങ്ങളോട് വന്ന് സംസാരിക്കുന്നത് പോലെ അവരെ മിമിക് ചെയ്യുന്നത്. ഇപ്പൊ 10-45 ദിവസം ഇവരുടെ എല്ലാവരുടെയും കൂടി ഉണ്ടായിരുന്നല്ലോ. ഈ ഇരിക്കുന്ന ആരെങ്കിലും ഒരാളെ കിട്ടിയിട്ടില്ല. എന്താ ധ്യാൻ ചേട്ടൻ അങ്ങോട്ട് പിടിയിട്ടിട്ടില്ല നമുക്ക്. ഭയങ്കര നിഗൂഢത നിറഞ്ഞ ഒരു മനുഷ്യൻ. മിമിക്രി ചെയ്യുന്ന ചോദിച്ചപ്പോ ഇവ എന്തോന്നാ സൗണ്ട് മിമിക്രി ചെയ്യാനല്ലേ പറയാ. നിഗൂഢതയൊക്കെ നോക്കിയിട്ടുണ്ടോ? പറ എന്താ ഇല്ല നസീർക്ക ഇല്ല നസീർക്കൊക്കെ കാണിക്കാൻ നസീർക്ക് ലെജൻഡ് അല്ലേ? അല്ല അതാ ഞാൻ ചോദിച്ചേ. ഒരു ചാൻസ് ആണ് മോനെ പെർഫോം ചെയ്യാൻ, വേറെ ചാൻസ് കിട്ടൂല. എന്തെങ്കിലും വിജയ് വേണ്ട, വേറെ വിജയ് വേണ്ട, നമ്മള് പടത്തെ കുറിച്ച് സംസാരിക്കാൻ അല്ല ഞാൻ മാത്രല്ല ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ തൊണ്ട സീന
പിന്നെ ഒന്ന് പോകണ്ടോ? അല്ല ഇത് ഇപ്പൊ കാണിക്കാൻ പറയാൻ വിജയ് അങ്ങ് പോവും. അല്ലാതെ ചോദിക്കണായിരുന്നു ഒരാളെ അമ്മൂമ്മേനെ കാണിച്ചല്ല. ഏതാ അമ്മൂമ്മ. ഫ്ലോയില് വന്നില്ലേ? ഫ്ലോയിൽ വരട്ടെ. ഇല്ല വിജയ് ഞാൻ നേരിട്ടുണ്ട്. അപ്പൊ ആ ഫ്ലോ വരൂല. പടത്തിലെ സാധനം പറഞ്ഞ ഓർത്ത് വരും ശരിയല്ലേ കട്ട് ചെയ്തളയാ ശരിയല്ല കണ്ടില്ല. ഇല്ല, ഇല്ല, ആരെടാ ചെയ്തത്? ഇടരുത് കേട്ടോ ശരിയല്ല വിജയിന് പറയുന്നുണ്ടല്ലോ വിജയ് അതുകൊണ്ട് ഞാൻ പറയുന്നില്ല ആദ്യമേ. അതെ അവിടെ ആരും സംശയിക്കൂല. എടാ നമ്മൾ ഓൾറെഡി വിജയ് എന്ന് പറഞ്ഞല്ലോ അപ്പൊ ആരും മനസ്സിലായില്ല ഒന്നും പറയില്ല. കൊറേ വിജയുണ്ടല്ലോ. ദേവരെ കൊണ്ടുണ്ട്, വിജയശ്വാസം ഉണ്ട്. ഇല്ല അത് പാടണം. കേട്ടോ ഇതെങ്ങനെ ഇത് വരുന്നില്ല. തിരിഞ്ഞിരുന്നത് அல்ல வேண்டாம். ஒருத்தன் பாஸ்ட்டை பற்றி அடிக்கடி பேசணுன்னா அதில் ஏதாவது நல்லது இருக்கணும். எனக்கு அந்த மாதிரி எதுவும் இல்லை. ஏன்னா நான் தெரிஞ்சோ தெரியாமலோ என்னோட பாஸ்ட்டில் நிறைய தப்பு பண்ணியிருக்கேன். அதை திருத்திக்கிறதுக்கு கடைசி சான்ஸ் தான் இந்த குடும்பம். லியோ அப்படிங்கிற ஒரு ஆள் செத்துட்டாங்க. അത് ഇതിലും നമ്മൾ ചെയ്യുമായിരുന്നു. ഇതിലും നന്നായി സെറ്റ് ആവുമായിരുന്നു അല്ലേ? ഓക്കെ അപ്പൊ ഫൈനലി നമ്മള് എന്താ ഞാൻ നല്ലതെന്ന് പറഞ്ഞ് ധ്യാനിന്റെ മുഖത്ത് നോക്കിയപ്പോ എനിക്ക് നല്ലത് ഞാൻ പറഞ്ഞ തെറ്റാണെന്ന് സംശയം. പുള്ളിക്ക് വർക്കായില്ല. എനിക്ക് നോക്കണം. നല്ലായിരുന്നു അങ്ങനെ ഇത് കേൾക്കണ പോലെ അല്ലല്ലോ മറ്റേ സ്പീക്കറിൽ കൂടെ വരുമ്പം ഭയങ്കര ബെറ്റർ ആയിരിക്കും അത്. അത് ബെറ്റർ നെക്സ്റ്റ് വിജയ ജനാർദ്ദൻ. ഇനി നമുക്ക് സിനിമയിലേക്ക് കിടക്കാം. എന്തായാലും ഒരു പിള്ളേർ എന്തെങ്കിലും ഒരു ആഗ്രഹം പറഞ്ഞാൽ അത് സാധിച്ചു പിള്ളേരങ്ങനെ പല ആഗ്രഹങ്ങളും പറയും. കണ്ടാ ഞാൻ തന്നെ മടുത്ത് നാശമായിട്ടിരിക്കുക എനിക്ക് അവര് ചെയ്യട്ടെ. നമുക്ക് അതല്ലേ കാണേണ്ടത്. നമ്മൾ കുറെ കണ്ട് കഴിഞ്ഞ ആൾക്കാർ ഞങ്ങളെ കൊച്ചിലല്ലായിരുന്നു, ജനിച്ചിട്ട് പോലും ഇല്ല. ഇല്ല നമ്മള് കണ്ടിട്ടില്ല. നമുക്ക് വേറെ മറ്ററിലേക്ക് പോവാം. ചെയ്യില്ലെന്ന് നിർബന്ധിക്കേ ചിലപ്പോ പറ്റിയ ഒരു അവസരമല്ല ഇപ്പൊ. അതുകൊണ്ട് മറന്നുപോയോ? ഇതിന്റെ വിജയം കേട്ടോണ്ട് എന്റെ മിമിക്രി ഇല്ലാതായി കണ്ട എനിക്കറിയാം ഊരാനാന്ന്. ചുമ്മാ നല്ലത് തന്നെ പറയും. നല്ലായിരുന്നു സൂപ്പർ ആയിരുന്നു. നീ കാണിക്കണം. നല്ല പറയൂല. എനിക്ക് ആ പരിപാടി ഇല്ലെന്നോ ഇവരോട് ഞാൻ നിങ്ങളുടെ ഈ കൂട്ടത്തില് വേറെ ആൾക്കാരും അങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യില്ല? ചെയ്യോ? ഡാൻസ് കളിക്കും പക്ഷെ ഇപ്പൊ പറ്റത്തില്ല. എന്തേലും പറ്റുമോ? ഈ മറ്റേ പാട്ട് പാടില്ലേ ഹനുമാൻ കൈന്റെ പാട്ട് പാടണ്ട്. അത് പാടുവേ. ആ പിന്നെ വീഡിയോ അങ്ങനെ പാടിയത് ഞാൻ. ഇത് സത്യമായിട്ട് മനസ്സിലായിട്ടില്ലല്ലോ തോന്നുന്നു. അവിടെ സ്പൂഫ് ആണെങ്കിൽ ചെയ്തത്. ഓക്കെ ഫൈനലി എന്നാ നമുക്ക് ഇന്റർവ്യൂ വൈൻഡപ്പ് ചെയ്യാം. വൈൻഡപ്പ് ചെയ്യുന്നതിനും മുന്നേ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലിനെ കുറിച്ച് ഇത്ര നേരം സംസാരിച്ചതല്ലാണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടോ? എല്ലാരും തിയേറ്ററിൽ പോയി കാണണം. അറിയാം നീ അടുത്ത പടം കിട്ടും. മെയ് 16 തീയതി എല്ലാരും തിയേറ്ററിൽ പോയി കാണണം. അതെ നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും. ധ്യാൻ ചേട്ടന്റെ നീ എന്റെ പേരൊന്നും പറയണ്ട. ധ്യാൻ ചേട്ടൻ നല്ലൊരു മൂവി കാണാം നമുക്ക്. ഇത് ഓടിയ ഇവന്മാര് ക്രെഡിറ്റ് എടുക്കും. പൊട്ടിയ എന്റെ തലയിൽ പറഞ്ഞിട്ട് എങ്ങനെ നന്നാവാനാ അല്ലേ? ഐശ്വര്യം ചുമ്മാ ധ്യാൻ ചേട്ടൻ ഈ സിനിമയുടെ ഐശ്വര്യം അതല്ലേ ഉദ്ദേശിച്ചത്? അല്ലല്ല ഇന്ദ്രനീലേട്ടനാണ് ഇതിൽ അവരുടെ നല്ല കഷ്ടപ്പാട് പടത്തിൽ കാണാം. ഇവരെന്ത് പറഞ്ഞാലും ഓക്കെയാ. ഓക്കെ ഫൈനലി തിരാറ്റു വരുമോ? അത് വരുന്നെന്ന് അമ്മാവൻ പറഞ്ഞായിരുന്നു. വരും വരുമോ? ഈ 2025 വരും. ഇല്ല അയ്യോ അതെന്ത് ഇത്ര പെട്ടെന്ന് എടുത്ത് അടുപ്പത്ത് വെച്ചിരിക്കും. ഇപ്പൊ വരുന്ന പറഞ്ഞ ഒരു സാധനങ്ങൾ വരില്ല. എല്ലാ വർഷവും മെയ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ തന്നെയാണോ? അത് വലിയ പടാ. അപ്പൊ പിന്നെ അത് ചെയ്യാൻ ഒരുപാട് സമയം വേണം. അപ്പൊ പിന്നെ പെട്ടെന്ന് നടക്കില്ല. ഇക്ക വാഴാറ്റു ഇല്ല ഞങ്ങളില്ല ഇല്ല സാർ. ആ വാഴയിൽ ഞങ്ങളില്ല സാർ. ഞങ്ങളുണ്ട് ഇല്ല. ഓ അപ്പൊ ഇപ്പഴേ അടുത്ത സിനിമ സെറ്റ്. എല്ലാവരും പടച്ചോന്റെ എല്ലാം പഠിച്ചോണ്ട് എല്ലാരും മേക്ക് ബിലീഫ് അല്ലേ. വേറെ സിനിമകളോ?
അതർ ദാൻ വാഴ 2? ഉണ്ട് വരുന്നു. പറച്ചാൻ അതുകൊണ്ട് വേറെ പരിപാടിയൊന്നും പോകുന്നില്ല. ഇവർക്ക് എങ്ങനെയും പടം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറച്ചാൻ പ്ലാനിങ്. ഓക്കെ, അപ്പൊ 2025 ഇനി അങ്ങോട്ടുള്ള ഇയറിലും ഒക്കെ നിറച്ച് സിനിമകളായിട്ട് പൊളിക്കട്ടെ. തൽക്കാലം ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ 1 ഹിറ്റായി മാറട്ടെ. താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.